വീഡിയോ കാണുന്നതിന്റെ മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടോ, കാരണം ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണണ്ടേ. ഗൈസ്, ഇതാണ് കൂക്കൽ വാട്ടർഫാൾസിന്റെ മേലെ, ഇതുവരെ ആരും കാണാത്ത സ്ഥലം. ഇനി നമ്മള് ഇതിന്റെ താഴെ കാട്ടിത്തരാം കേട്ടോ. അപ്പൊ നിങ്ങള് ലോകത്തിന്റെ എവിടെയാണെങ്കിലും നിങ്ങൾ കൂക്കൽ പറഞ്ഞ ഗ്രാമത്തിൽ വരാം. കൊടൈക്കനാലാണിത്. അപ്പൊ വണ്ടിയായിട്ട് നമുക്ക് ഇതുവരെ വരാം. ഇത് ഇനിയും പോവാട്ടോ. ഓഫ് റോഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫാൾസ് പോകാൻ പറ്റില്ല എന്നാ പല്ല് പറയണം. താങ്ക് യു ബ്രോ. ഒരു പോവാൻ പറ്റില്ല. നമ്മള് പോവാതെ ഇവിടുന്ന് പോവോ? ഫാൾസ് കാണാൻ വന്നിങ്ങനെ കണ്ടിട്ടേ പോവും. അപ്പൊ ഈ കാണാൻ ആ വ്യൂ പോയിന്റ് കാണാൻ വീടിന്റെ അവിടെ അമ്മച്ചി തല്ലുണ്ടാക്കില്ല ആ സ്ഥലം കേട്ടോ. അവിടെ കയറാൻ നേരെ താഴത്തേക്ക് നടക്കട്ടോ. അപ്പൊ ഒരു തന്ത നമ്മളെ കണ്ടേ. ഇങ്ങോട്ട് ഇയാളെ വാക്കിട്ടാണ് താഴത്തേക്ക് ഇറങ്ങാൻ. അയാള് താഴത്തേക്ക് ഇറക്കി വിടൂല. എന്താ കാട്ടിയ വീഡിയോ അല്ല എന്താ ആള് അവരെ കൂപ്പിടുന്ന അയാൾക്ക് കണ്ണേ കാണില്ല കേട്ടോ. നമ്മളങ്ങനെ താഴെ വ്യൂ പോയിന്റ് കാണാനാണ് പറഞ്ഞാണ്ട് വ്യൂ പോയിന്റിന്റെ അവിടേക്ക് പോകാൻ കരുതിയേ. അപ്പൊ ഇതാട്ടോ വ്യൂ പോയിന്റ്. ഇവിടെ വന്ന 3 സ്പോട്ട് ഉണ്ട്. ഒന്ന് വാട്ടർഫാൾസ്, വ്യൂ പോയിന്റ്, പിന്നെ ആ വീടിന്റെ അവിടെ കേട്ടോ. അതിന്റെ അടിയിലാണ് നമ്മളെ വാട്ടർഫാൾസ് വരുന്നത് കേട്ടോ. നമുക്ക് അതിന്റെ അടിയിലാണ് പോകണ്ടത്. നീ പറയണ നിങ്ങൾ ഇരുന്നു. ഞാൻ 2-3 വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് വട്ടാട്ടോ. സീനക്കാരം 5000 ഫൈൻ കൊടുത്താലും പോവാ. സണ്ണന്റെ പാർച്ചാണ് ഈ കുരങ്ങ്. ഒരു ഭാഗത്ത് കുരങ്ങാണ്, മറ്റേ ഭാഗത്ത് അണ്ണനാണ്. അണ്ണൻ മേലെന്ന് വിളിച്ച് തൊയിരം കെടുത്തുക. നായ് പോലെല്ലാത്തവനോട് നായ് പോലെല്ലാവനോട് 2 വർത്താൻ പറയാൻ വേണ്ടി പോവാണ്. ഓന്റെ എന്തിന്റെ കേടാവോ ഓനക്കൊക്കെ. എന്തൊക്കെ കത്തിട്ട് ഇருக்கு കീഴെ പോറதுக்கு എവ്വളോ? അവർക്ക് ഒരാൾക്ക് 500 രൂപ. അപ്പൊ പ്രശ്നമില്ല. അപ്പൊ പ്രശ്നമില്ലേ? അപ്പൊ ഫോറസ്റ്റ് പ്രശ്നമില്ലേ? ഫോറസ്റ്റ് കാശ് അല്ല കീഴെ പോകണെന്ന എന്നാ பண்ணு. யாரை கீழே இருக்கா? நான் காலையில இருந்து 8 மணில இருந்து இங்க உட்கார்ந்துருக்கேன். നിങ്ങൾക്കൊക്കെ കാര്യം കിട്ടില്ല. ഇയാൾ കഞ്ഞി കുടിച്ചായിരിക്കണേ 2000 രൂപ കണ്ടിട്ടാണെന്നില്ലേ. പിന്നെ ഇയാളാണ് ഇയാൾ ആടിന് മേലേക്ക് പറഞ്ഞേക്കാനും പറഞ്ഞിട്ടോ. ഇത് ഇറങ്ങണേന് അപ്പൊ പ്രശ്നമല്ല. ഇയാൾ ഇറക്കുണ്ട്. കാരണം ഫോറസ്റ്റുകാർക്ക് വരെ കൈക്കൂലി കൊടുക്കണം. ഗൈഡ് വന്നാക്കെ അത് ഗൈഡ് ഞാൻ കേട്ടിട്ട് അവിടെ ഗൈഡ് ഇല്ല. 2000 രണ്ടുപേർക്ക് 2000. ഇവിടെ അടുത്ത് ദിണ്ടുക്കലുള്ള ആൾക്കാരാട്ടോ. ഓലടുത്ത് 2000 രൂപ വാങ്ങിക്കണം. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കി. പിന്നെ അണ്ണൻ പറഞ്ഞ ഒരു ആടിന് മേലെ പോകുമ്പോ ഇടയ്ക്ക് ഇതേമാതിരി കോൺക്രീറ്റ് ഇട്ട റോഡൊക്കെ ഉണ്ടാവും. പിന്നെ വ്യൂ ആണെങ്കിൽ കിടിലം വ്യൂ. അതിന്റെ നമ്മള് നേരത്തെ പറഞ്ഞ അതിന്റെ അടിയിലാണല്ലേ നമ്മൾ ഏകദേശം എത്തി. പിന്നെ ഇവിടെ നിന്ന് പിന്നെ വീട് ലാസ്റ്റ് വരെ കണ്ടോളൂ. ഇന്നാള് വഴി മനസ്സിലായി. നമുക്കെന്നെ തെറ്റുണ്ട് കേട്ടോ. എന്തായാലും അവിടെ പോവാതെ ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. നേരെ താഴത്തേക്ക് ഇങ്ങനെ വരുമ്പോ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു വഴിയുണ്ട്. അപ്പൊ നമ്മളിതിൽ പോയേക്കാം. അവിടെ ഒരു വീടൊക്കെ കാണണേ. നമ്മളെ ഊഹം വെച്ചുകൊണ്ട് ഫസ്റ്റ് വഴി കൂടെ ട്രൈ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ പറഞ്ഞ വീടില്ല, നമ്മൾ അതിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ടോ. നമ്മൾ കഴിച്ച് ഞങ്ങൾ ചെറുതായി ഒന്ന് കാട്ടുപെട്ടിക്കണേ. വഴി ഇതല്ല തോന്നുന്നു. അവിടെ ഒരാളിരിക്കണ്ടല്ലേ. പെണ്ണാണല്ലോ സാർ. അല്ല താടിക്കാരൻ. മക്കളങ്ങൾ ഇത് നോക്കി. ഇതിന്റെ ഒരു വ്യൂ ഇവിടെ ഇരുന്നാലേ ഏതാ പോയ കാട്ട് വന്നി. നമ്മളെ വീടിന്റെ അവിടെ പിന്നെ മേലക്കന്നെ കയറിട്ടോ. മറ്റൊക്കെ വഴി അറിയില്ലായിരുന്നു വീട്ടിലോ. പിന്നെ നമ്മള് താഴത്തേക്ക് തന്നെ പോയൊക്കെ അതിലല്ലാതെ കരുതിയാണ്ട് വേറെ റൂട്ടിന് പോയൊക്കെയാണ്. ഇപ്പൊ ഇവിടെ തന്നെയാണ് വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു പോയൊക്കെയാണോ സംഭവം. കൂക്കൽ വാട്ടർഫാൾസിന്റെ ഏറ്റവും മേലക്കാണ് നമ്മൾ എത്തിയ. ഇതിന്റെ നേരെ താഴെയാണ് ഫാൾസ്. മേൽഭാഗം നമ്മൾ കണ്ടു, അടിഭാഗം നമ്മൾ കണ്ടിട്ടേ പോവും. അപ്പൊ അതിനല്ലേ വന്നേ. നമ്മള് വന്നത്ര കുറച്ച് മട മേലേക്ക് കയറണം, അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ കാണും. 4-5 കിലോമീറ്റർ ഇപ്പൊ തന്നെ നടന്നേ. അതിന്റെ ക്ഷീണം ഉണ്ടാവൂലേ. അപ്പൊ ഈ വയ്യല്ലോ താഴത്തേക്ക് ഇറങ്ങണ്ട. നേരെ താഴത്തേക്ക് പോയേക്കാം. അണ്ണന്റെ പ്രാക്ക് തന്നെ. അല്ലാതെ ഈ വയ്യ ഇങ്ങനെ തെറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഞങ്ങള് താഴത്തേക്ക് പോയോക്കിട്ടോ. ഇതും തെറ്റാണ്. മണ്ടത്ര എന്നല്ലാതെ എന്താ പറയാ. പക്ഷെ ഉണ്ടല്ലോ ലൈഫിൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ്. അത് തന്നെ അല്ല ഒന്നും പറയല്ല. ലാസ്റ്റ് നമ്മള് താഴത്തേക്ക് എത്തിയപ്പോ JCB വന്നിട്ടുണ്ട്. ഓലറിഞ്ഞു ഇവിടെ എല്ലാവരും മേലെയാണ്. തിരിച്ചു കയറി കാണാതെ പോവില്ല. മലപ്പുറം കത്തി അമ്പും വില്ല എന്തൊക്കെയാണ്. വീണ്ടും വഴി തെറ്റി. നമ്മള് അടുത്ത വഴി അന്വേഷിക്കാണ്. എന്തൊക്കെ പറഞ്ഞാലും ഗൈസ് നമ്മൾ പിന്നെയും ഫസ്റ്റ് പോയി തന്നെ എത്തി. ഇനി അവിടെ കുറച്ച് വെള്ളം ഒഴിച്ചേക്കാം. ചത്തിക്കണേ. ഫസ്റ്റ് പോയെടുത്തതാ ഈ വീട്. അവിടെ പോയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങും. ഗൈസ് മോട്ടത്തിൽ കുറച്ച് വെള്ളമുള്ള പറഞ്ഞിട്ട് നമ്മളോട് താഴെ പോയി കുടിച്ചാൽ പറഞ്ഞു. ടേണ്ടി വൈകിട്ട് നോക്കുക. ഓ കൊക്കയാണോ?
അപ്പൊ അതിന്റെ നേരെ താഴത്തേക്ക് നോക്കിയാ കൊക്കിങ്. അപ്പൊ എങ്ങനെ ഇവിടേക്ക് ഇറങ്ങും? ഒരു വയ്യ കാണണ്ടേ? അണ്ട ഈ വെള്ളം ചാടണം അവിടേക്ക്. ഇവിടെ നിർത്തി ചാടാൻ പറ്റില്ലല്ലോ. പിന്നെയും വെള്ളം കുടിച്ചാൻ വേണ്ടിട്ട് നമ്മൾ അവിടെ തന്നെ വന്നിട്ട് നമ്മള് വാട്ടർഫാൾസിന്റെ ഏറ്റവും മേലേക്ക് ആകെ 2 ഉണക്കപ്പൂരിമയാണ് ഇത്രയും നടക്കണത്. ആലോചിച്ച് നോക്കണം. ലാസ്റ്റ് ശ്രമമാണ്. ഇതിനും മൂഞ്ചിന്ന് വെക്കും. കാരണം നമ്മൾ ട്രൈ ചെയ്യേണ്ട മാക്സിമം നമ്മൾ ട്രൈ ചെയ്തു. നടന്നിട്ടില്ല ഇപ്പൊ നമ്മൾ എന്താട്ടാനാ. ഞാൻ ജാസിമിന്റെ അടുത്ത് കോമഡിയോ അവിടെ ഇവിടെ ആന ശരിക്കും ഇറങ്ങാനുണ്ട് കേട്ടോ. കുറെ മുമ്പാ ഗൈസ് ഫൈനലി നമ്മൾ എത്ര തെണ്ടി അറിയോ. മുള്ളാട്ടോ ഫുള്ള്. ഇങ്ങനെ ഒരു 2-3 മണിക്കൂറിന് ശേഷം നമ്മള് ഏതോ വീഡിയോ കണ്ട മാതിരില്ല സ്ഥലത്തേക്ക് എത്തിയും കേട്ടോ. അപ്പൊ ഇതാണ് ആ ഹെവന്റെ കീ എന്നൊക്കെ പറഞ്ഞിട്ട് തുറക്കണ സാധനം. അവിടെ പൂട്ടിട്ട് നമ്മക്ക് അണ്ണൻ കീ ആന്നില്ലല്ലോ. നമ്മളെന്താട്ടി നമ്മളിതിലും വലുത് ചാടി കടന്നല്ല. അപ്പൊ നമ്മളിതിലെ കൂഞ്ഞു പോയിരുത്തിയാണ്ട് പോയതാ. ഈടായിട്ട് വെറുതെ ഇരിക്കണോണ്ടേ തടി കുറച്ച് കൂടിയിരിക്കണ്. വല്ലാതെ പഴയമാരി ഒന്നും പോവാൻ പറ്റണില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മൾ അവൻ ചാടി കടന്നു കേട്ടോ. ഓ ഗൈസ് ലാസ്റ്റ് എത്തി ഗൈസ്. ഇത് കണ്ണോട്ട് കാണുന്ന വേണം. ഏത് സ്ഥാനം അറിയോ? മറ്റേ പാട്ട് ഇടുന്നുണ്ട്. പക്ഷെ കോപ്പിറൈറ്റ് കിട്ടൂലേ. ഇൻസ്റ്റയിലുണ്ട് ആ പാട്ട്. അപ്പൊ അവൻ പോയി കണ്ടോളി കാണണമെന്നില്ലോല്. സത്യം പറഞ്ഞ ഇത്ര മണിക്കൂർ ഇതിൽ വെറുതെ നടന്നിട്ടായതുകൊണ്ടല്ലോ ഈ സാധനം കണ്ടപ്പോ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടോ. നിങ്ങൾക്ക് ആ കാണുമ്പോ തന്നെ ഫീൽ കിട്ടണല്ലേ. അപ്പൊ നേരിട്ട് കണ്ടോല ആ ഫീൽ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. വേറെ ലെവല് വാട്ടർഫാൾസ്. സത്യം പറയാലോ ഇത്ര അടിപൊളി വാട്ടർഫാൾസ് വേറെ കണ്ടിട്ട് തന്നെയല്ല. പിന്നെ ചെറിയൊരു സീൻ ഇപ്പൊ അടുത്ത് വാർത്തയിൽ നമ്മൾ ഈ വീഡിയോ ഒക്കെ വന്നിന്. അതുകൊണ്ട് അവിടെ കയറാൻ പറ്റൂല എന്നാ പറയണേ. കയറി കഴിഞ്ഞാൽ ഫൈൻ ഇട്ട് ഉറപ്പാട്ടോ. ഇറങ്ങണേ മാത്രല്ല കയറിന അതിലും റിസ്ക്കാ. നമ്മൾ അതായത് ഇവിടെ സാധാരണ ഒരാൾ വരുന്നതിൻ്റെ ഇരട്ടി നമ്മളിപ്പോൾ നടന്നു കഴിഞ്ഞു. ഒരാൾ താഴെ നിൽക്കണ്. പക്ഷേ ഇത് കൊയങ്ങിയാലും ലൈഫ് ലോങ് മറക്കാൻ പറ്റാത്തൊരു അനുഭവം കിട്ടിയേ. ഇവന്റെ കുറച്ച് സീൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇതിനെ അടിക്കാനുള്ള ലൈറ്ററോ സാനിറ്റൈസർ എന്തെങ്കിലും കൊണ്ടുപോവാ. ആ കാണുന്ന വീട്ടിലെ അവിടേക്ക് എത്തണ്ട. അതിൻ്റെ ഇതിലെങ്ങനെ പോയ ഒരു വയ്യുണ്ട് ഇങ്ങനെ. എന്നിട്ട് അവിടുന്ന് താഴത്തേക്ക് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ. ഗൈസ് ഈ മലന്റെ മേലേക്ക് എത്തണം. കാലൊക്കെ കള്ളുടിച്ചോല മാതിരി ആടുണ്ട്. മേലൊക്കെ എത്തിയപ്പോ തന്നെ പിന്നെ പട്ടി കഥക്കണ മാതിരി കഥക്കണ്ട്. പിന്നെ വെള്ളം ഇവിടുന്ന് നോക്കില്ല. എന്തായാലും നല്ല വെള്ളമാണ്. പിന്നെ കുടിച്ചല്ല വേറെ നിവർത്തില്ലേ. കാലൊക്കെ റോബോട്ടിന്റെ കാലുമാരി ആയിക്കണേ. എന്തൊക്കെയോ പറ്റിക്കണ് കാര്യമായിട്ട്. ഇത്തന്റെ കിളി മൊത്തത്തിൽ പോയിക്കണ് ഫുഡ് ഇട്ടാത്തോണ്ട്. പക്ഷെ കാഴ്ചകളൊരു രക്ഷയില്ലല്ലേ. എവിടെ നോക്കിയാലും വ്യൂ. പിന്നെയും കുറച്ചടന്നപ്പോ എന്തിനാ ആകെ പട്ടിയേക്കണേ. മരുഭൂമി ആയിക്കണ ഇഞ്ച തൊണ്ടൊക്കെ. കാരണം ഒരു ഉമിനീര് പോലും തൊണ്ടയിൽ കിട്ടാല്ല. അങ്ങനത്തെ അവസ്ഥ. നമ്മളൊന്നും വരാത്ത മണ്ണുകൾ നിൽക്കണ അവിടെ ഉണ്ടോ എത്താലേ. അവർക്ക് വലിയ നഷ്ടം എന്നല്ല എന്താ പറയാ. ആരൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ പ്രത്യേകിച്ച് പറയൊന്നും വേണ്ടല്ലോ. എന്റെ ഒപ്പം വന്നാ 2 നായ്ക്കൾ തന്നെ. എന്താ അവസ്ഥ? എത്തിയ നമ്മള് നിലക്കാറിയുണ്ടോ? പിന്നെ എത്തിയൊക്കെ ഒരു പറ ചോറെടുത്ത് തട്ടി പയിച്ച് പട്ടിയായിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ കൂക്കലിൽ നിന്ന് വീട്ടിൽ പറയണേ. അപ്പോൾ ഓക്കെ ഗൈസ് നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ ബൈ. ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.